എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പറഞ്ഞ പോലെ സെറ്റിന്റെ ക്ലാസ് തുടങ്ങുകയാണ്. ഇന്നിപ്പോ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് തന്നെ വരണമെന്ന് നിർബന്ധമില്ല, കാരണം 2024 കുറേ അധികം കറണ്ട് അഫയേഴ്സ് അല്ല, ഞാൻ ഈ പറയുന്നൊന്നും അല്ല, ബാക്കി കുറേ അധികം ഉണ്ട്. അപ്പൊ നമുക്ക് പറ്റുന്നത്രയും ചെയ്ത് പരിശീലിച്ച് പോവാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തായാലും നമ്മൾ ചെയ്ത് തുടങ്ങാൻ അല്ലെങ്കിൽ വായിച്ച് പഠിച്ചു തുടങ്ങാൻ പോകുന്നത് 2024 മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ കരുതുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് നോക്കി തുടങ്ങാം, സമയം കളയേണ്ട. അതുപോലെ ജനറൽ പേപ്പേഴ്സിന്റെ ബാക്കിയുള്ള ക്ലാസ് ഒക്കെ PYQ സെഷൻ എന്ന പോലെ ഇടാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും തുടങ്ങാം. ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യയിൽ പങ്കെടുത്ത വിദേശ സേന ഏത് കൺട്രിയുടെ ആർമിയാണ് ഇവിടെ വന്നിട്ട് പരേഡിൽ വന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇത് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ ആർമി, അതുപോലെ കൊളാബറേഷൻസ്, ഓക്കെ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏത് രാഷ്ട്രവുമായിട്ട്, ഏത് കൺട്രിയുമായിട്ടാണ് നമ്മൾ കൊളാബറേഷൻ നടത്തിയത്, എന്തെങ്കിലും സമ്മിറ്റ് നടത്തിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ടെന്നല്ല, അങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്തായാലും വരാറുണ്ട്. അപ്പോൾ ഇതിന്റെ ഉത്തരം നോക്കാം. 2024 റിപ്പബ്ലിക് ഡേ പരേഡിൽ ഇപ്പൊ അടുത്ത റിപ്പബ്ലിക് ഡേ വരാറായി. 2025 ജനുവരി 26 വരാറായി. അതിൽ ഏതാണ് എന്നും കൂടെ ഒന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കണം. അപ്പൊ 24 വന്നത് ഫ്രാൻസ് ആണ്. അവരുടെ ഒരു ന്യൂസും ഉണ്ട്. ഫ്രാൻസിന്റെ ആർമിയാണ് ഇവിടെ വന്നിട്ട് ചെയ്തു പോയത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കണം, ആരാണ് വന്നത്, എന്താണ് വന്നത് എന്ന് മനസ്സിലായി. ഇനി ഇപ്പോഴത്തെ അവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇമ്മാനുവൽ മാക്രോൺ ആണ്. നിങ്ങൾ പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പേരിൽ കഴിഞ്ഞ പ്രൈം മിനിസ്റ്റർ മാറി, പ്രസിഡന്റ് മാറിയിട്ടില്ല, പ്രൈം മിനിസ്റ്റർ മാറി, പുതിയ ആൾ വന്നിട്ടുണ്ട്, ഫ്രാൻസിസ് ബോയ്റോ. ഇതിങ്ങനെയാണ് വായിക്കുക എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താ പറയാ, ഈ രണ്ടുപേരാണ് ഇപ്പൊ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും ആയിട്ട് ഉള്ളത്. അടുത്ത ചോദ്യം നോക്കാം. 2024 ഫെബ്രുവരിയിൽ ലോക്പാൽ ചെയർപേഴ്സണായി നിയമിതനായത് ആരാണ്? അപ്പൊ ലോക്പാലും ലോകായുക്തയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയണം. ലോക്പാൽ നമ്മൾ സംസാരിക്കും എന്തായാലും. അപ്പൊ ആദ്യം ഇതിന്റെ ഉത്തരം നോക്കാം. അപ്പൊ ചെയർപേഴ്സൺ, ലോക്പാൽ ചെയർപേഴ്സൺ ഇപ്പൊ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. AM ഖാൻവിൽക്കർ ആണ് ഇപ്പോഴത്തെ ലോക്പാൽ ചെയർപേഴ്സൺ ആയിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോയും ഉണ്ട്. അപ്പൊ AM ഖാൻവിൽക്കർ ആണ് ലോക്പാൽ ചെയർപേഴ്സൺ ഉള്ളത്. ഇനി എന്തിനാണ് ഈ ലോക്പാൽ ഉള്ളത്? ലോക്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കറപ്ഷനുമായിട്ട്, അഴിമതികളുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിക് സർവൻസിനെ, ഓക്കെ, ഗവൺമെന്റ് സർവൻസിനെ ചോദ്യം ചെയ്യാനും അവർക്കെതിരെ ആക്ഷൻ എടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഏജൻസിയാണ് ഈ ലോക്പാൽ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി മനസ്സിലായി, കറപ്ഷനെതിരെയാണ് വർക്ക് ചെയ്യുന്നത്. ലോക്പാൽ എന്ന് പറയുന്നത് നേഷൻ വൈഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഇനി അത് സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ അത് ലോകായുക്തയായിട്ട് മാറും. ഓക്കെ, ഇനി ലോക്പാലും ലോകായുക്തയും ഏത് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 2013 ആക്ട് പ്രകാരം വന്നു. 2014 അത് ബില്ല് പാസ്സായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ 2014 ജനുവരി 1 ഇത് തുടങ്ങിയത്. അതിന്റെ ആക്ട് 2013. ഇനി കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സാഹിത്യകാരൻ ആരാണ്? അപ്പോ ഒരു കാര്യം ആലോചിക്കുക, യൂത്ത് ഐക്കൺ അവാർഡ് പല ആൾക്കാർക്ക് പല രീതിയിൽ, പല എന്താ പറയാ, ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ സാഹിത്യകാരൻ എന്നുള്ള പേരിൽ കിട്ടിയത് ആർക്കാണ് എന്നാണ് ചോദിക്കുന്നത്. അഖിലിനാണ്. ഇനി ബാക്കിയുള്ള ആൾക്കാർ ആരാണെന്ന് നോക്കാം. ആൻസി സോജൻ, ബേസിൽ വർഗീസ്, അശ്വിൻ പരവൂർ, സജിൻ KV, ശ്രീനാഥ് ഗോപിനാഥ് എന്നിവർക്കാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് കിട്ടിയ ബാക്കിയുള്ള ആൾക്കാർ. ഈ ഒരു എന്താ പറയാ, ആർട്ട് ഫോം ഏതാണെന്ന് അറിയുമോ എന്നുള്ളത് ഒരു ചെറിയ ചോദ്യമാണ്. അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്ത് വരുന്നത്. അപ്പോ 2024 സംസ്ഥാന സർക്കാരിന്റെ PK കാളൻ പുരസ്കാരം, ഈ PK കാളൻ എന്ന് പറയുന്നത് ട്രൈബൽ നൃത്തങ്ങളെ പ്രോത്സാഹിപ്പിച്ച അതിലുണ്ടായിരുന്ന ഒരു കലാകാരനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ്, അദ്ദേഹം പിന്നീട് ഇതിന്റെ പ്രസിഡന്റ് ഒക്കെ ആയി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പുരസ്കാരം നേടിയ, അദ്ദേഹത്തിന്റെ പേരിലുള്ള പുരസ്കാരം 2024 നേടിയ ചിമ്മനി കളി, തെയ്യം എന്നിവ അവതരിപ്പിക്കുന്ന കലാകാരൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആ ചിമ്മനി കളിയുടെ ഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ PK കാളൻ പുരസ്കാരം നേടിയ കലാകാരൻ ആര് എന്നാണ് ചോദിക്കുന്നത്. കുമാരൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇത് നേടിയിട്ടുള്ളത്. അടുത്തത്, ലോകത്തെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ സ്റ്റാർഷിപ്പ് വിജയകരമായി പരീക്ഷിച്ച ബഹിരാകാശ വാഹനം സ്ഥാപനം ഏതാണ്? അത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്നതാണ്. ഞാൻ ഇനി അധികം ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആണ് അദ്ദേഹം. സ്പേസ് എക്സ് ആണ് ആ കമ്പനി. ഇപ്പൊ ടെസ്ല എന്നൊക്കെ പറയില്ലേ, അവരുടെ
സ്ഥാപനമാണ്. അത് ഉണ്ടാക്കിയ ആള് എലോൺ മസ്ക് ആണ്. അതാണ് ഏറ്റവും വലിയ കോടീശ്വരൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെയാണ് ഈ ടെസ്ല എന്ന് പറയുന്ന കാറ് ഉൽപ്പന്നങ്ങൾ, അതുപോലെ സ്പേസ് എക്സ് ഇദ്ദേഹത്തിന്റെയാണ്. അപ്പൊ സ്റ്റാർഷിപ്പ് ഉപയോഗിച്ചത് നമ്മുടെ സ്പേസ് എക്സ് എന്ന് പറയുന്ന എലോൺ മസ്കിന്റെ കമ്പനിയാണ്. ഇതാണ് എലോൺ മസ്ക്. ഓക്കെ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചോട്ടെ, ഇപ്പോ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് മാറിയ ഒരാളുണ്ട്. ഇപ്പോ 2-3 ദിവസത്തിനുള്ളിൽ ഒരു ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അത് ഡൊണാൾഡ് ട്രംപ് ആണ്, മറന്നു പോകരുത്, പുതിയ അമേരിക്കയുടെ. ഓക്കെ. ഇനി ടീസ്റ്റ നദീജലം പങ്കിടുന്ന കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യമേത്? ഇത് ആക്ച്വലി കുറെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അതിപ്പോ ഒരു ഡാം, അണക്കെട്ട് പോലെ മാറിയിട്ടുണ്ട്. അപ്പൊ അത് ഏത് രാജ്യവുമായിട്ടാണ് ടീസ്റ്റ എന്ന് പറയുന്ന റിവർ നമ്മൾ പങ്കിടുന്നത്? അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്കും ഇമ്പോർട്ടന്റ് ആണ് ഇതിലെ വെള്ളം എന്ന് പറയുന്നത്. അപ്പൊ ആ രാജ്യം, ടീസ്റ്റ നദി, ടീസ്റ്റ റിവർ എന്ന് ചോദിച്ചാൽ പോലും അത് വരുന്നത് ബംഗ്ലാദേശിന്റെ ഒപ്പമാണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത്, 2024 പുതുവത്സര ദിനത്തിൽ ഐ എസ് ആർഒന്റെ എക്സ്പോസാറ്റ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച റോക്കറ്റ് ഏത്? ഇതും സാധാരണയായിട്ട് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ISROന്റെ ടെക്നോളജിക്കൽ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട്. പുതിയ മിഷൻസ് ഏതൊക്കെയാണ്, ഇപ്പൊ ആദിത്യ എന്തിനുള്ളതാണ്, ചന്ദ്രന്റെ പുതിയത് ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന്റെ ഉത്തരം PSLV C-58 ആണ്. PSLV കഴിഞ്ഞു, നമ്മൾക്ക് C-58 എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ. PSLV എന്ന് മാത്രമല്ല ഉത്തരത്തിന്റെ പേര്, C-58 എന്നും കൂടി ആലോചിച്ചിരിക്കുക. C-58 ആണ് ഉള്ളത്. ഇറ്റലിയിൽ നടന്ന G7 നേതാക്കളുടെ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? അപ്പോ ഇതിൽ 2-3 ചോദ്യങ്ങൾ ഒന്നിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, G7 ഉച്ചകോടി എന്താണ്, അല്ലെങ്കിൽ G7 എന്ന് പറയുന്നത് ഏതൊക്കെ കൺട്രീസിന്റെ ഒരു 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 കൂട്ടിപ്പിടുത്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അത് 2024 നടന്നത് ഇറ്റലിയിലാണ് എന്ന് മനസ്സിലാക്കണം. അവിടെ ഇന്ത്യയുടെ പേരിൽ പോയത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. നരേന്ദ്രമോദിയാണ്. അദ്ദേഹമാണ് ഇന്ത്യക്ക് വേണ്ടി എല്ലായിടത്തും വാദിക്കുന്നത്. ഇനി എന്താണ് ഈ G7 കൺട്രീസ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്താണ് അവരുടെ ഒരു ഗ്രൂപ്പ് എന്ന് മനസ്സിലാക്കണം. കുറെ കൺട്രീസ് ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ ഒന്ന് കാനഡയാണ്, പിന്നീട് വരുന്നത് UK ആണ്, പിന്നീട് യൂറോപ്യൻ യൂണിയൻ ഉണ്ട്, ജർമ്മനി ഉണ്ട്, ഇറ്റലി ഉണ്ട്, ജപ്പാൻ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, USA ഉണ്ട്. ഇങ്ങനെ 8 രാജ്യങ്ങൾ ചേർന്നതാണ് ഈ G7 എന്ന് പറയുന്നത്. പിന്നീട് യൂറോപ്യൻ യൂണിയൻ പിന്നീട് വന്നതായതുകൊണ്ടാണ് ആക്ച്വലി അത് പറയുന്നത്. അപ്പൊ കാനഡ, UK, യൂറോപ്യൻ യൂണിയൻ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ഫ്രാൻസ്, USA. ലോകത്തിലെ ഏറ്റവും മികച്ച എല്ലാ എന്താ പറയുക, കൺട്രീസും ഇതിലുണ്ട്. അപ്പോൾ ഇറ്റലിയിലാണ് 2024 G7 സമ്മിറ്റ് നടന്നത്. അതിൽ പോയത് നരേന്ദ്രമോദിയാണ്. 2024 സുസ്ഥിര വികസന സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏത്? അത് നമ്മൾ പറയാറുണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പൊ അതില് 1-ാം സ്ഥാനത്തുള്ളത് ഏതാണ് എന്ന് ചോദിക്കുന്നത്. 2024 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മാർക്കിൽ ഫസ്റ്റ് എത്തിയിട്ടുള്ള രാജ്യം ഫിൻലൻഡ് ആണ്. ഓക്കെ. ഇനി ഇന്ത്യ എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ 166 രാജ്യങ്ങളാണ് ആകെയുള്ളത്, 166. അതിൽ 109-ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. അപ്പൊ നമ്മുടെ ഡെവലപ്മെന്റ് അടിപൊളിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സ്പോസാറ്റ് ദൗത്യം വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ ടെലസ്കോപ്പ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഉണ്ടാക്കിയത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അത് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ബാംഗ്ലൂരിലുള്ള നമ്മുടെ പ്രശസ്തമായിട്ടുള്ള രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെയാണ് വികസിപ്പിച്ചിട്ടുള്ളത്. 2024 ലോക ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 143 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? അടിപൊളി. ഹാപ്പിനെസ് റിപ്പോർട്ടാണ് 2024. അതിൽ ഇന്ത്യ എവിടെയാണ് കിടക്കുന്നതെന്നാണ് ചോദിച്ചത്. 126-ലാണ്. അപ്പോൾ റാങ്ക് പ്രകാരം ഭയങ്കര ഉയർന്നിട്ടാണ്. നമുക്ക് 1-ാം റാങ്ക് ഒന്നും വേണ്ട, നമുക്ക് 126, 143 എത്തണമെങ്കിൽ ഏറ്റവും അടുത്ത ഏതാ? 126-ആണ്. അപ്പൊ ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 126-ആണ്. പറ്റുകയാണെങ്കിൽ ഇതിൽ ആദ്യത്തെ രാജ്യം ഏതാണ് എന്നും കൂടെ നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. 2024 ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഇങ്ങനെ പുരസ്കാരങ്ങളും അവാർഡുകളും തീർച്ചയായിട്ടും ഇങ്ങനത്തെ പരീക്ഷകളിൽ MCQയിൽ ചോദിക്കാറുണ്ട്. അതും കൂടെ ഒന്ന് ശ്രമിക്കാം, നമുക്ക് കഴിവതും അത് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് 2024 അമിതാഭ് ബച്ചനും അതുപോലെ അനുരാധ പദ്വാളിനും കൂടെയാണ്, രണ്ടുപേർക്കും കൂടിയാണ്. അപ്പൊ ഇനിയിപ്പോ ചിലപ്പോ ഏതെങ്കിലും ഒരു പേരെ തന്നു എന്നൊക്കെ വരാം. അനുരാധ തന്നേക്കാം, അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ തന്നേക്കാം. ഏതായാലും 2024 ലതാ മങ്കേഷ്കർ
പുരസ്കാരം കിട്ടിയത് ഈ രണ്ടു പേർക്കുമാണ്. ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ കയറ്റുമതി ചെയ്ത ആദ്യ രാജ്യം ഏതാണ്? അപ്പോ ഇത്രയും കാലമായിട്ട് ഇന്ത്യയുടെ പ്രൊഡക്റ്റുകൾക്ക് അത്ര വില ഉണ്ടായിരുന്നില്ല. അപ്പോ നമ്മളെ PM നടന്ന് അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് നമ്മളുടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്ന പ്രൊഡക്ട്സ് മുന്നിലേക്ക് പോകുന്നത്. ഇപ്പൊ നന്നായിട്ട് ബാക്കി രാജ്യങ്ങളും അത് വാങ്ങുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങിയ ആദ്യത്തെ രാജ്യം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഫിലിപ്പീൻസ് ആണ്. ഓക്കെ. ഇനി ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങൾ കൂടി സ്ഥിരാംഗങ്ങളായ സാമ്പത്തിക സഹകരണ കൂട്ടായ്മ ഏത്? ഇതിൽ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇത് സംസാരിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഒന്ന്, ഇനി പറയാൻ പോകുന്ന ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന സാമ്പത്തിക സഹകരണ കൂട്ടായ്മയിൽ കുറച്ച് സ്ഥിര അംഗങ്ങളുണ്ട്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതിലേക്ക് 2024 ഇന്ത്യ പറഞ്ഞിട്ടാണ് ഈ ബാക്കിയുള്ള ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE എന്ന് പറയുന്ന രാജ്യങ്ങളെ ആഡ് ചെയ്ത് ചേർത്തത്. ഇതിൽ ഒരു രാജ്യം കൂടി ഉണ്ടായിരുന്നു, സൗദി അറേബ്യ. പക്ഷെ അവരത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. അത് അവര് ഈ ഒരു സമ്മിറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ രാജ്യങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ചേർന്നിട്ടില്ല. ഓക്കെ. ഇന്തോനേഷ്യ ഇപ്പൊ 2025 ചേരും. അപ്പോ ഈ ഒരു കൂട്ടായ്മയുടെ പേരെന്ന് പറയുന്നത് ബ്രിക്സ് ആണ്. ഓക്കെ. ബ്രിക്സിലാണ് ഇപ്പോ ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE എന്ന് പറയുന്ന രാജ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി എന്താണ് ഈ ബ്രിക്സ് എന്ന് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കേണ്ടി വരും. ബ്രിക്സ് എന്ന് പറയുന്നത് 5 കൺട്രികളാണ്. ഓക്കെ, 5 രാജ്യങ്ങളാണ്. അപ്പൊ ഏതൊക്കെയാണ് BRICS വരിക? ജസ്റ്റ് നോക്കിയാൽ മതി. ഒന്ന് ബ്രസീൽ ഉണ്ട്, BR റഷ്യ ഉണ്ട്, I ഇന്ത്യ ഉണ്ട്, C ചൈന ഉണ്ട്, S സൗത്ത് ആഫ്രിക്ക ഉണ്ട്. ഓക്കെ. അപ്പൊ ബ്രിക്സിലേക്ക് ആഡ് ചെയ്ത് ചേർത്ത രാജ്യങ്ങളാണ് ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE എന്ന് പറയുന്ന സാമ്പത്തിക സഹകരണ കൂട്ടായ്മ. ഓക്കെ. ഇന്തോനേഷ്യയും കൂടെ 2025 വരും. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത ജ്യോതി രാത്രെ എന്ന് നെയ്മുള്ള ലേഡിയാണ് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ വനിത. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരാണ്? ഇതിപ്പോ നമ്മളുടെ കേട്ടറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കേട്ടറ്റ് ഇംഗ്ലീഷിൽ ചോദിച്ചൊരു ചോദ്യമാണിത്. 2024 നോബൽ സമ്മാനം നേടിയത്, സാഹിത്യത്തിനുള്ള നോബൽ നേടിയത് ഹാൻ കാങ് ആണ്. അവരുടെ ഏതെങ്കിലും ഒരു കൃതിക്കല്ല നോബൽ സമ്മാനം കൊടുത്തിട്ടുള്ളത്. അവരുടെ ഇത്രയും കാലം എഴുതിയ കൃതികൾക്ക് എല്ലാം കൂടെ ചേർത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അവരുടെ കഴിവിനെ ആസ്പദമാക്കിയിട്ട്. 54ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? നമുക്കറിയാം, കാതൽ ദ കോർ എന്ന് പറയുന്ന മമ്മൂട്ടി അഭിനയിച്ച ചിത്രത്തിനാണ് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 2024 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ച സംഘടന. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇത് അധികം ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. സംഘടനകൾക്കൊക്കെ നോബൽ സമ്മാനം കൊടുക്കുന്നത് വളരെ കുറവാണ്. അധികവും ഇപ്പോ വ്യക്തികൾക്കാണ് കൊടുക്കുന്നത്. ഇനി ഒരു ക്ലൂ തരാം. ഇതാണ്, ഈ ഒരു ചിഹ്നമാണ് അവരുടെ സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോ സമാധാനത്തിലുള്ള പീസ് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള സംഘടന ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. 2024 പീസ് നോബൽ പ്രൈസ് ലഭിച്ച സംഘടന. ഓക്കെ. അത് നിഹോൻ ഇദൻക്യോ എന്ന് പറയുന്ന ഒരു ജപ്പാനീസ് സംഘടനയാണ്. എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകമെങ്ങുമുള്ള സർക്കാരുകളെ ആണവായുധ രഹിതമാക്കുന്നതിന്, അതായത് ലോകത്ത് അടി ഉണ്ടാവരുത്, ഇടി ഉണ്ടാവരുത്, വാർ ഉണ്ടാവരുത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നിഹോൻ ഇദൻക്യോ എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്ക് കേട്ടാലും പറയാം, നമ്മുടെ ഒരു ഭാഷയിലോ ഇംഗ്ലീഷ് ഭാഷയിലോ ഉള്ള വാക്കൊന്നും അല്ലാതെ. അപ്പൊ അങ്ങനെ ആലോചിച്ച് ഉത്തരം കണ്ടെത്താൻ പറ്റും. അതൊരു ജപ്പാനീസ് ആയിട്ടുള്ളതാണ്. അപ്പോ ഈ ഒരു അവിടെ ആറ്റം ബോംബ് വീണല്ലോ, അതിനുശേഷം വന്ന അതിലെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംഘടനയാണിത്. 54ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? വളരെ എളുപ്പമുള്ള, ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. പൃഥ്വിരാജ് കുമാറിനാണ്. ഏറ്റവും മികച്ച ഡയറക്ടർ ആരാണ്? ബ്ലസ്സിയാണ്. അവരുടെ ചിത്രമാണ് ആടുജീവിതം എന്ന് പറയുന്നത്. ഇനി 2024 വേനൽക്കാല ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? അത് പാരീസിലാണ്. ഇനി അവിടെയുള്ള 1-2 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അതിൽ 2 ബ്രോൺസ് നേടിയ ആളാണ് ആര്? മനു ഭാക്കർ എന്ന് പറയുന്നത്. മനു ഭാക്കർ. ഓക്കെ, മറക്കരുത്. മനു ഭാക്കർ ആണ് 2 ബ്രോൺസ് നേടിയത്. അത് ഏതാണ് ഇനം എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. ഓക്കെ. 2028 ഇനി എവിടെയാണ് വേനൽക്കാല ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്? 2028 അതും ഒരു ചോദ്യമായിട്ട് ഞാൻ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. 2028 ലോസ് ആഞ്ചലസിലാണ് ഇനി നടക്കാൻ പോകുന്നത്. അടുത്തത് നോക്കാം. 2024 പുതിയ UPSC ചെയർമാൻ. ഇമ്പോർട്ടന്റ് ആണ്. സിവിൽ സർവീസ് ഒക്കെ എഴുതുന്ന ആൾക്കാർക്കും കൂടെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാനുള്ള ചോദ്യമാണ്.
പ്രീതി സുധനാണ് ഇനി 2024 തൊട്ട് UPSC ചെയർമാനായിട്ട് വന്നിരിക്കുന്നത്. 2024 വിങ്സ് ഓഫ് ഇന്ത്യ വാസ് കണ്ടക്റ്റഡ് അറ്റ്. അപ്പൊ എന്താണ് ഈ വിങ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? അതൊരു എയർ എന്താ ഒരു എന്താ പറയാ, ഈ ഒരു എയറിൽ നടക്കുന്ന എയർഫോഴ്സിന്റെ ഒരു ബന്ധപ്പെട്ട പരിപാടിയാണത്. പല പറക്കലുകൾ കാണിച്ചു തരും, അങ്ങനെയുള്ള ഒരു എന്റർടൈൻമെന്റ് കൂടി ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് നടന്ന സംസ്ഥാനം ഏതാണ് 2024 എന്നാണ് ചോദിക്കുന്നത്? ഹൈദരാബാദാണ്. ഓക്കെ, ഹൈദരാബാദിൽ വെച്ചിട്ടാണ് വിങ്സ് ഇന്ത്യ എന്ന് പറയുന്ന എയർഫോഴ്സിന്റെ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് പോലെ നടന്നിട്ടുള്ളത് ഹൈദരാബാദിൽ വെച്ചിട്ടാണ്. 2024 ഒക്ടോബറിൽ കേരള ഹൈക്കോടതിയിൽ എത്ര പുതിയ ജഡ്ജിമാരെ നിയമിച്ചു? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 5 പുതിയ ജഡ്ജിമാരെയാണ് നിയമിച്ചിട്ടുള്ളത്. ഇനി ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രത്തിന് ഗംഗാതീരത്ത് തുടക്കം കുറിച്ച സർവകലാശാല ഏത്? ഡോൾഫിൻ ഗവേഷണത്തിന് വേണ്ടി വന്ന സർവകലാശാല ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അത് പാറ്റ്ന സർവകലാശാല ആണ്. അപൂർവ രോഗ പരിചരണത്തിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് തുടക്കം കുറിച്ച പദ്ധതി. ഡയറക്റ്റ് ചോദ്യന, അതുപോലെ ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. കാരണം കേരള സംസ്ഥാനത്തിന്റെ അടിയിൽ വരുന്ന കുറേ അധികം പദ്ധതികൾ വളരെയധികം ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നല്ല, അത് ചോദിക്കാറുണ്ട് ഏതെങ്കിലുമൊക്കെ. ഇത് അപൂർവ രോഗമായതുകൊണ്ട് തന്നെ KARE എന്ന് പറയുന്ന പേരിലാണ് ഇത് വന്നിട്ടുള്ളത്. കേരള അഗെയിൻസ്റ്റ് റയർ ഡിസീസസ്. അതാണ് അപൂർവ രോഗം എന്ന് പറയുന്ന റയർ ഡിസീസസ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആരോഗ്യ വകുപ്പ് തുടക്കം കുറിച്ച പദ്ധതി. 2024 കാൻ ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? അപ്പൊ കാൻ ചലച്ചിത്രമേള ഇന്ത്യക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കുമ്പോൾ അത് കാണാനുണ്ട്. അപ്പോ ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ മിഗ്വേൽ ഗോമസ് ആണ് അവിടെ കാനിൽ ഏറ്റവും മികച്ച സംവിധായകൻ ഉണ്ടായിരുന്നത്. 2027 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ഏത് മെഡൽ നേടി? അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള മെഡലുകളൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. വെള്ളി മെഡലാണ് നേടിയത്. നീരജ് ചോപ്രയെ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈ ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം മറന്നു പോകും. നമ്മൾ എന്തിനാണ് ഈ സ്റ്റാറ്റസ് ഇടുന്നത് എന്ന് നമുക്കറിയില്ല. ലൈക്ക് ഒരു അവാർഡ് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒളിമ്പിക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റസ് ഇടും. പക്ഷെ ഇത് നമ്മൾ മറന്നു പോകും. സ്റ്റാറ്റസ് ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. നമ്മുടെ കൂട്ടുകാരന്റെ സ്റ്റാറ്റസ് ആയിരിക്കും നമ്മൾ ഇടുന്നത്. അപ്പൊ നമുക്കത് ആ ഒരു വിവരം നമ്മുടെ തലയിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണമെന്നില്ല. അപ്പൊ നീരജ് ചോപ്ര ജാവലിനിലുള്ള ആളായിരുന്നു. ജാവലിനാണ് അദ്ദേഹത്തിന്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. ഇനി സ്വപ്നിൽ കുശാലെ, അടുത്തൊരു ചോദ്യമാണ്. ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടി ബ്രോൺസ് നേടിയത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വേറൊരാളെ കുറച്ച് മുന്നേ ഒരു ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറക്കരുത്, മനു ഭാക്കറിനെ. അതുപോലെ തന്നെ ഇപ്പൊ ഉള്ളൊരു ചോദ്യം, സ്വപ്നിൽ കുശാലെ ഏതിനു വേണ്ടിയിട്ടാണ് മെഡൽ നേടിയത് എന്ന് ചോദിച്ചാൽ ബ്രോൺസ് ആണ് നേടിയത്. ഷൂട്ടിങ്ങിലാണ് നേടിയിട്ടുള്ളത് സ്വപ്നിൽ കുശാല ഇന്ത്യയുടെ. 2024 77ാമത് കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിന് ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയത് ആരാണ്? ഇത് ഡയറക്റ്റ് ചോദ്യം, ഇമ്പോർട്ടന്റ് ചോദ്യം. കാരണം ഇപ്പൊ നടന്നിട്ട് ഒരു 2 മാസമൊക്കെ ആയിട്ടുള്ളൂ. അതിലെ നായിക ധരിച്ച ഒരു എന്താ പറയാ ബാഗിനെ ചൊല്ലിയൊക്കെ നമ്മൾ വളരെയധികം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതില് പുരസ്കാരം നേടിയ ആളാര്, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആരെന്നാണ് ചോദിക്കുന്നത്. പായൽ കപാഡിയാണ്. ഇനി നിങ്ങൾക്ക് ഇതൊരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലൊരു ചിത്രമാണ്. കനി കുസൃതിയും അതുപോലെ ദിവ്യ പ്രഭയും അഭിനയിച്ചിട്ടുള്ള ഈ ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മറന്നു പോകരുത്. ഇത്രയുമാണ് ഇന്നത്തെ ഒരു ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അടുത്തൊരു ക്ലാസ്സിൽ പുതിയ ചോദ്യങ്ങളുമായിട്ട് വരാം. ഏതെങ്കിലും ടോപ്പിക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് സീ യു.